The last session we have discussed about index structure. Then we have came to the classification of the indexes. Other we have seen primary index and the problem related to that. Okay. Type of indexes നമ്മൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. Okay, single level ആണെങ്കിൽ we are having primary indexing, clustering index, secondary index, and multi-level index, then dynamic multi-level index using B-tree. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ we have already seen this primary index we have already seen, and also the problems related to the primary index. So today we are going to see clustering and secondary index. So before going to this classification, that is clustering, indexing, we have left out a main concept. Okay, the concept is based on dense and sparse index. Okay, but under definition ആണ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡെൻസ് ആൻഡ് സ്പാർസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്. ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the index value is created for each and every search key value. അതായത് ഇത് നമ്മളൊരു മെയിൻ ഫയലാണ്. ഈ മെയിൻ ഫയലിലാണ് നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡെക്സ് പഠിച്ചു. പ്രൈമറി ഇൻഡെക്സ് പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും നമ്മൾ ഇൻഡെക്സ് പഠിച്ചതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡായിരിക്കും നമ്മൾ ഇതിൻ്റെ സെർച്ച് കീ ആയിട്ട് വയ്ക്കുന്നത്, അല്ലേ, ഇതിൻ്റെ ആങ്കർ ആട്രിബ്യൂട്ടായിട്ട് വയ്ക്കുന്നത്, ആങ്കർ റെക്കോർഡായിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സീരിയൽ നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പറോ വാട്ടെവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് ആക്ച്വലി കെപ്റ്റ് ആസ് ദ ആങ്കർ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡ്. അപ്പോൾ ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സിൻ്റെ ആങ്കർ ആട്രിബ്യൂട്ടിൽ എല്ലാ റെക്കോർഡിൻ്റെയും എൻട്രി ഉണ്ടാവും. ഓക്കെ, ഇവിടെ വണ്ണിൻ്റെ എൻട്രി ഉണ്ട്. ഓക്കെ, ടൂവിൻ്റെ എൻട്രി ഉണ്ട്, 3ൻ്റെ എൻട്രി ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അങ്ങനെ ഏതൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എൻട്രി ഈ ആങ്കർ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡ് അല്ലെങ്കിൽ സെർച്ച് കീ, എസ് കീ എന്ന് പറഞ്ഞാൽ സെർച്ച് കീ ആണ്, അതിനകത്തുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ആൻ ഇൻഡെക്സ് എൻട്രി ഈസ് ക്രിയേറ്റഡ് ഫോർ എവരി സെർച്ച് കീ വാല്യൂ അല്ലെങ്കിൽ എവരി റെക്കോർഡ് എന്ന് വേണമെങ്കിലും പറയാം. ഇൻഡെക്സ് ഈ എൻട്രി ഈസ് ക്രിയേറ്റഡ് ഫോർ എവരി റെക്കോർഡ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോക്ക് പോയിൻ്റർ എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് സെർച്ച് കീ വരുമ്പോഴത്തേക്കും സെർച്ച് കീ എടുക്കുമ്പോഴത്തേക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്ട്ലി പോയിൻറ്റിങ് ടു ദിസ് ലൊക്കേഷൻ. 2 ആണെങ്കിൽ മൂവിങ് ടു ദിസ് ലൊക്കേഷൻ, 3 ആണെങ്കിൽ ഇതിലോട്ട്, 4 ആണെങ്കിൽ ഇങ്ങനെ, 5 ആണെങ്കിൽ. അപ്പോൾ എത്രയൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ എൻട്രി ഈ ഇൻഡെക്സ് ഫയലിനകത്ത് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഡെൻസ് ഇൻഡെക്സ്. ഓക്കെ, ഡെൻസ് ഇൻഡെക്സ്. ഈ നേരെ തിരിച്ചാണ് സ്പാർസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. സ്പാർസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രി ഉണ്ടാവില്ല, ഏതെങ്കിലും കുറച്ച് എൻട്രീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് സ്പാർസ് ഇൻഡെക്സ്. ആൻഡ് ഇൻഡെക്സ് എൻട്രി ഈസ് ക്രിയേറ്റഡ് ഓൺലി ഫോർ സം റെക്കോർഡ്സ്. ഓക്കെ, സം റെക്കോർഡ്സ്, നോട്ട് ഓൾ റെക്കോർഡ്സ്, ഓൺലി ഫോർ സം റെക്കോർഡ്സ് ഇൻ ദ മെയിൻ ഫയൽ. മെയിൻ ഫയലിനകത്തുള്ള ചില റെക്കോർഡ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം നമ്മൾ ആങ്കർ ആട്രിബ്യൂട്ട്, ആങ്കർ റെക്കോർഡ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു മെയിൻ ഫയലാണ്. Okay, this is a main file. This is the index file. Okay, so listen here. ഇവിടെ നമ്മൾ സെർച്ച് കീ, ഇവിടെ നമുക്ക് മെയിൻ ഫയലിനകത്ത് വരുന്ന സെർച്ച് കീ വാല്യൂസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞതാണ് 1 2 3 4 up to 7. ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് എൻട്രീസ് നമ്മൾക്ക് ഈ സെർച്ച് കീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡിനകത്ത് ഇല്ല. ഓക്കെ, 1 ഈസ് ദർ, 1 ഉണ്ട്. ഓക്കെ, 1 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 7. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിന് ഈ പറഞ്ഞ എൻട്രി ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി മൂവ് ടു ദ ലൊക്കേഷൻ 1 ആൻഡ് ഫ്രം ദാറ്റ് വി ഷിഫ്റ്റ് ടു 2. ക്ലിയർ? ഇപ്പോൾ നമുക്ക് 5 പോകണമെന്നുണ്ടെങ്കിൽ വി വിൽ പോയിൻറ്റ് ടു ദ ലൊക്കേഷൻ 3. ഫ്രം 3 വിൽ പോയിൻറ്റ് ടു 4 ആൻഡ് ദെൻ 5. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. ക്ലിയർ? അപ്പം നമ്മൾ മെയിൻ ഫയലിനകത്തുള്ള എല്ലാ എൻട്രീസും, സെർച്ച് കീ എൻട്രീസും, എല്ലാ റെക്കോർഡിൻ്റെ എൻട്രി ഇത് ഇൻഡെക്സ് ഫയലിനകത്ത് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് നോൺ ആസ് സ്പാർസ് ഇൻഡെക്സ്. Clear? So dense index and sparse index. Clear?
നമ്മൾ നേരത്തെ പഠിച്ച പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ആയിരിക്കും? ഇസ് ഇറ്റ് എ ഡെൻസ് ഇൻഡെക്സ് ഓർ സ്പാഴ്സ് ഇൻഡെക്സ്? അതൊന്ന് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഇൻഡെക്സിന് നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ കാണിച്ച ഫിഗർ. ഇപ്പോൾ പ്രൈമറി ഇൻഡെക്സിൽ കണ്ടോ, ഇപ്പം ഫസ്റ്റ് ഓരോ ബ്ലോക്കിൻ്റെയും ഫസ്റ്റ് എൻട്രി മാത്രമാണ് ഇതിൻ്റെ ആങ്കർ റെക്കോർഡിലായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആറോൺ എയ്ത് എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽ ആദ്യം ഉണ്ടാവും. ഓക്കെ, അത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് റെക്കോർഡാണ്, അതാണ് ഇതിൽ ആങ്കർ റെക്കോർഡിലായിട്ട് വരുന്നത്. ഈ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ റെക്കോർഡിൻ്റെ എന്താണ് ഫസ്റ്റ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആങ്കർ ആട്രിബ്യൂട്ടായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ റെക്കോർഡ് 4, 5. അപ്പോൾ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും റെക്കോർഡ് എൻട്രി ആയിരിക്കും, അത്രയും റെക്കോർഡ്സിൻ്റെ എണ്ണമായിരിക്കും ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇൻഡെക്സ് ഫയലിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊരു ഡെൻസ് ആണോ സ്പാഴ്സ് ആണോ? അപ്പോൾ ഇവിടെ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കീ ഫീൽഡിൻ്റെ എല്ലാ വാല്യൂസും ഇതിനകത്തുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു വാല്യൂ മാത്രമേ, ഒരു ബ്ലോക്കിൽ ഒരു റെക്കോർഡ് മാത്രമേ ഉള്ളൂ, എല്ലാ റെക്കോർഡ്സും ഇതിനകത്തില്ല. സോ ദിസ് ഈസ് ആക്ച്വലി എ സ്പാഴ്സ് ഇൻഡെക്സ്. ഓക്കെ, സോ ദിസ് ഈസ് എ സ്പാഴ്സ് ഇൻഡെക്സ് ആണ്, ഇത് സ്പാഴ്സ് ആണ്. Clear? So now we can move to our next classification, that is clustering index. Okay, clustering index like kadakam. Okay, clustering index. അപ്പോൾ എന്താണ് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രൈമറി ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു, പ്രൈമറി ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഡെക്സ് ഈസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ എ പ്രൈമറി കീ. ഓക്കെ, പ്രൈമറി കീ ഓഫ് ദ മെയിൻ ഫയലിലുള്ള പ്രൈമറി കീ ആയിരിക്കും ഇതിൻ്റെ ഇൻഡെക്സ് ഫയലിനകത്തുള്ള ആങ്കർ റെക്കോർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നോൺ കീ ആയിട്ടുള്ള ഒരു ഫീൽഡായിരിക്കും വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫയൽ റെക്കോർഡ്സ് ആർ ഫിസിക്കലി ഓർഡേർഡ് ഓൺ എ നോൺ കീ ഫീൽഡ്. അപ്പോൾ മെയിൻ ഫയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഓർഡേർഡ് ഫയൽ, അത് ഓർഡേർഡ് ആണ്. ഓക്കെ, അത് അൺഓർഡേർഡ് അല്ല, അതൊരു ഓർഡേർഡ് ഫിസിക്കലി ഓർഡേർഡ് ആണ്, ഓർഡേർഡ് ബേസ്ഡ് ഓൺ എ നോൺ കീ ഫീൽഡ്. ഓക്കെ, നോൺ കീ ഫീൽഡിൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സച്ച് ഫീൽഡ് ഈസ് നോൺ ആസ് ക്ലസ്റ്ററിംഗ് ഫീൽഡ്. എ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്, ഇനി ഇൻഡെക്സ് ഫയൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്. ഇതാണ് നമ്മുടെ ഡാറ്റ മെയിൻ ഫയൽ, ഇതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ഫയലിൻ്റെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നോൺ കീ ആണ്, ഇത് കീ അല്ല. ഓക്കെ, സോ നോൺ കീ ആയാലുള്ള പ്രശ്നം എന്താണ്? ദർ ക്യാൻ ബി റിപ്പീറ്റിംഗ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോൺ കീയെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഓർഡർ അല്ലേ ഉണ്ടോ? അപ്പോൾ 1 തന്നെ 3 പ്രാവശ്യം വന്നു. ഓക്കെ, 2 2 പ്രാവശ്യം വന്നു, 3 1 2 3 4 5 ടൈംസ് വന്നു, 4 2 ടൈംസ്, 5 4 ടൈംസ്. ഓക്കെ, അങ്ങനെ വന്നു. ക്ലിയർ? അതാണ് നോൺ കീ. അപ്പോൾ കീ ആയിരുന്നെങ്കിൽ ഇതെല്ലാം സിംഗിൾ യുണീക്കായിട്ടുള്ള വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ നോൺ കീ ആയതുകൊണ്ടാണ് ഇത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഫയൽ റെക്കോർഡ്സ് ആർ ഫിസിക്കലി ഓർഡേർഡ്. ഓക്കെ, ഫയൽ റെക്കോർഡ്സ് ആർ ഫിസിക്കലി ഓർഡേർഡ് ഓൺ എന്തിൻ്റെ ബേസിസിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്? ഓൺ എ നോൺ കീ ഫീൽഡ്. ഓക്കെ, അത് നോൺ കീ അല്ല, അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് നോട്ട് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഫോർ ഈച്ച് റെക്കോർഡ്. ഓക്കെ, യൂണീക്ക് ആയിട്ടുള്ള വാല്യൂ അല്ല. ഓക്കെ, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ക്ലസ്റ്ററിംഗ് ഫീൽഡ്. ഈ നമ്മൾ നോൺ കീ ആട്രിബ്യൂട്ട്, ഈ നോൺ കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട്, ഫീൽഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്യുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്ലസ്റ്ററിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, a clustering index is an ordered file with 2 fields.
ഈ ക്ലസ്റ്ററിങ് ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് ഇൻഡെക്സ് ഫയൽ. അതിനകത്ത് രണ്ട് ഫീൽഡുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫീൽഡ് ഈസ് ദ ക്ലസ്റ്ററിങ് ഫീൽഡ് ഓഫ് ദ ഡാറ്റ ഫയൽ. ഓക്കെ, ഇതാണ് ക്ലസ്റ്ററിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഫീൽഡ് ഈസ് ദ ബ്ലോക്ക് പോയിൻ്റർ. ബ്ലോക്ക് പോയിൻ്റർ ഈസ് പോയിൻറ്റിങ് ടു ദ പർട്ടിക്കുലർ ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് ഇൻ ദ മെയിൻ ഫയൽ ഒരു ഡാറ്റ ഫയൽ. ഇത് നമുക്ക് ഡാറ്റ ഫയൽ എന്നും വിളിക്കാം. ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ ഡിവിഷൻ മനസ്സിലായല്ലോ. ദ ഇൻഡെക്സ് ഫയൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫീൽഡ്സ്. ഫസ്റ്റ് വൺ ഈസ് എ ക്ലസ്റ്ററിങ് ഫീൽഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ബ്ലോക്ക് പോയിൻ്റർ ദറ്റ് ഈസ് പോയിൻറ്റിങ് ടു എ പർട്ടിക്കുലർ ബ്ലോക്ക് ഇൻ ദ മെയിൻ ഫയൽ ഓർ ദ ഡാറ്റ ഫയൽ. അപ്പോൾ ഇതിൽ there is one entry in the clustering index for each distinct values of the clustering field. There is one entry in the clustering index. ഓക്കെ, അതായത് നമുക്കിവിടെ നമ്മുടെ ക്ലസ്റ്ററിങ് ഫീൽഡിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. 1 1 1 റിപ്പീറ്റിംഗ് ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലസ്റ്ററിങ് ഫീൽഡിൽ, അതായത് ഇൻഡെക്സ് ഫയലിൽ നമ്മൾ ക്ലസ്റ്ററിങ് ഫീൽഡ് വാല്യൂ നമ്മൾ യുണീക്ക് ആയിട്ടുള്ളതേ വയ്ക്കത്തുള്ളൂ, ഒരു എൻട്രി കൊടുക്കത്തുള്ളൂ. അതാണ് പറയുന്നത്. ദർ ഈസ് ഓൺലി വൺ എൻട്രി ഇൻ ദ ക്ലസ്റ്ററിങ് ഇൻഡെക്സ്. ഓക്കെ, ഫോർ ഈച്ച് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഓഫ് ദ ക്ലസ്റ്ററിങ് ഫീൽഡ്. ക്ലസ്റ്ററിങ് ഫീൽഡിലുള്ള നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പോൾ 1 3 പ്രാവശ്യം വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എവിടെ എൻട്രി വരത്തുള്ളൂ? ക്ലസ്റ്ററിങ് ഫീൽഡിൽ എൻട്രി വരത്തുള്ളൂ. ഓക്കെ, ക്ലസ്റ്ററിങ് ഫീൽഡല്ല, ക്ലസ്റ്ററിങ് ഇൻഡെക്സിൽ എൻട്രി വരത്തുള്ളൂ. ഇതാണ് ക്ലസ്റ്ററിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 1ൻ്റെ സിംഗിൾ എൻട്രി ഇവിടെ ഉള്ളൂ. ഓക്കെ, 2 നമുക്ക് 2 ടൈംസ് റിപ്പീറ്റിംഗ് ആണ്, അതിൻ്റെ സിംഗിൾ എൻട്രി മാത്രമേ വരത്തുള്ളൂ. 3 1 2 3 4 5 ടൈംസ് റിപ്പീറ്റിംഗ് ആണ്, ബട്ട് എന്താണ് സിംഗിൾ എൻട്രി വരത്തുള്ളൂ. ഇനി 4 1 2 അത് സിംഗിൾ എൻട്രി ഉള്ളൂ. ഓക്കെ, 5 സിംഗിൾ എൻട്രി, 6 സിംഗിൾ എൻട്രി, 8 സിംഗിൾ എൻട്രി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആണ് എൻ്റെ മെത്തേഡെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ എൻട്രിയുടേതും എല്ലാ റെക്കോർഡിൻ്റെ എൻട്രി ഇതിനകത്ത് വരുന്നുണ്ടോ? ഈസ് ഇറ്റ് ഹാപ്പനിങ്? ദറ്റ് ഈസ് വെദർ വി ആർ ഹാവിങ് ഇൻ ദ ഇൻഡെക്സ് ഫീൽഡ് വി ആർ ഹാവിങ് ഓൾ ദ എൻട്രി ഫോർ ഈച്ച് ആൻഡ് എവരി റെക്കോർഡ്? നോ, ഇറ്റ് ഈസ് നോട്ട് ദർ. സോ ദിസ് ഈസ് നോട്ട് എ ഡെൻസ് ഇൻഡെക്സ്, ദിസ് ഈസ് എ സ്പാഴ്സ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്പാഴ്സ് ഇൻഡെക്സ്. ക്ലസ്റ്ററിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സ്പാഴ്സ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൻ്റെ പോയിൻ്റർ എങ്ങനെ പോകണമെന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു ദ വാല്യൂ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ data, that is actually pointing to the first value in the record. ഓക്കെ, പർട്ടിക്കുലർ റെക്കോർഡിൽ ഫസ്റ്റ് വാല്യൂ എവിടെ വരുന്നുണ്ടോ അതിനായിട്ടാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 1 ആക്ച്വലി ഏത് ബ്ലോക്കിലാണ് ആദ്യം ഹാപ്പൻ ചെയ്യുന്നത്? 1 ഈസ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത് ബ്ലോക്ക് 1 അല്ലേ, ഫസ്റ്റ് ബ്ലോക്ക്. ദീസ് ആർ ബ്ലോക്സ്: ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, block 5, block 6. Okay, so 1 is actually happening in the first block. Okay, so the block pointer will be pointing to the first block. Clear? Then the clustering index value 2 അത് ഏത് ബ്ലോക്കിലാണ് ഫസ്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്, ഒക്കർ ചെയ്തേക്കുന്നത് ഏതാണ്? that is also happening in the first block, block 1. Okay, that is why the block pointer is pointing to the block 1. Okay, ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് 2 കണ്ട് ഈ 1ലോട്ട് പോയിൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു ദ ബ്ലോക്ക്. ആ ബ്ലോക്കിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? നൗ സി 3 ആദ്യം ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന ഏത് ബ്ലോക്കിലാണ്? ഇറ്റ് ഈസ് ആക്ച്വലി എൻകൗണ്ടറിങ് ബ്ലോക്ക് 2. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എൻകൗണ്ടറിങ് ബ്ലോക്ക് 2. ഓക്കെ, ബ്ലോക്ക് 2ലാണ് ഫസ്റ്റ് എൻകൗണ്ടറിങ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു ബ്ലോക്ക് 2. വാട്ട് അബൌട്ട് വാല്യൂ 3 എവിടെയാണ്? 3 ഈസ് ആക്ച്വലി എൻകൗണ്ടറിങ് സോറി 4 എവിടെയാണ് എൻകൗണ്ടർ ചെയ്യുന്നത്? 4 ഈസ് ആക്ച്വലി ഒക്കറിങ് ഇൻ ബ്ലോക്ക് 3 അല്ലേ, ബ്ലോക്ക് 3. ഇപ്പോൾ 4 എന്ന് പറയുന്നത് ബ്ലോക്ക് 3 കൊടുക്കുന്നു.
Now 5 എവിടെയാണ് വരുന്നത്? 5 is actually in block 5, block 4. It is pointing to block 4. Clear? Then 6 in block 5. Then 8 in block 8 is actually occurrence is in block 6. Okay, it is pointing to block 6. So this is known as the clustering index. Clear? This is how we are creating a clustering index. So in clustering index, since the data records are ordered physically, there can be problems while inserting or deleting the record. നമുക്ക് പുതിയൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴോ ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 2യുടെ ഒരു പുതിയൊരു റെക്കോർഡ് കൂടി ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ ഇനി പറ്റില്ല, കാരണം എന്താണ്? ഇറ്റ് ഈസ് ഓൾറെഡി ഓർഡേർഡ്. So what we do is, to avoid this problem, we will create separate, we will reserve the whole block for the each value of the clustering field. Clustering ഫീൽഡിലെ ഓരോ വാല്യൂയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബ്ലോക്ക് അങ്ങ് റിസർവ് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഹിയർ. ഇപ്പോൾ ഇൻസേർഷൻ ഡിലീഷൻ പ്രോബ്ലം വരുന്നത് കൊണ്ട്, സോ ദിസ് ഈസ് ദ അനദർ ഫിഗർ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലോക്കിനകത്ത് 1 മാത്രമല്ല 2 ഉണ്ട്. ഓക്കെ, ഇവിടെ 2ഉം 3ഉം ഉണ്ട്, 3ഉം 4ഉം ഉണ്ട്, 5 ഇതിൽ 5 ഉള്ളൂ, ഇതിൽ 6 ഉള്ളൂ, ഇതിൽ 6ഉം 8ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻസേർഷൻ പ്രോബ്ലം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് ഒരു ക്ലസ്റ്ററിങ് ഫീൽഡിന് വേണ്ടി എടുക്കും. ഇപ്പോൾ 1ന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് അങ്ങ് എടുക്കും. ഓക്കെ, 2ന് വേണ്ടിയിട്ട് അടുത്ത ബ്ലോക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലോക്ക് റിസർവ് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണിത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കുക. അപ്പോൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞത് ക്ലസ്റ്ററിങ് ഫീൽഡാണ്. അപ്പോൾ ക്ലസ്റ്ററിങ് ഫീൽഡ് നോക്കുക. 1 എന്ന് പറയുന്ന ക്ലസ്റ്ററിങ് ഫീൽഡിന് വേണ്ടിയിട്ട് യു ആർ ആക്ച്വലി റിസർവിങ് ദിസ് ബ്ലോക്ക്. ഓക്കെ, ഈ ബ്ലോക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സിമിലർലി ഫോർ ദ സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിന് വേണ്ടിയിട്ട് വി ആർ റിസർവ് ദിസ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബ്ലോക്ക് പോയിൻ്റർ ഉണ്ട്. ഓക്കെ, ഈ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ 3 റെക്കോർഡ്സ് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 4ാമത്തെ ഒരു റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? obviously we will take a new record, a new block. ഓക്കെ, ഇവിടെ നമുക്ക് 4ാമത്തെ ഒരു വാല്യൂ 1 എന്ന് പറയുന്നൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ടേക്ക് എ ന്യൂ ബ്ലോക്ക്. അപ്പോൾ ആ ബ്ലോക്കും ഈ ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ 1ൻ്റെ ബ്ലോക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ നൾ പോയിൻ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമുക്കത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഈ കേസിൽ 3യുടെ കേസിൽ നമ്മളൊരു ബ്ലോക്ക് റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്കിലൂടെ പറയുന്നത് 4 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന വാല്യൂയുടെ 4 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ 5ാമത്തെ ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ പറ്റില്ല. സോ വാട്ട് വി ഡു ഈസ് വി വിൽ ടേക്ക് എ സെപ്പറേറ്റ് ബ്ലോക്ക്. ഓക്കെ, ആൻഡ് വി വിൽ connect these 2 blocks using this block pointer. ഇപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് പോയിൻ്റ് ഇതും കൂടെ കണക്ട് ചെയ്യും. Similarly, in the case of 6, it can accommodate only 4 records. The 5th record is actually implemented in another block, another disk block. എന്നിട്ട് ഈ ബ്ലോക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും യൂസിങ് ദിസ് ബ്ലോക്ക് പോയിൻ്റർ. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു പർട്ടിക്കുലർ ക്ലസ്റ്ററിങ് ഫീൽഡ് വാല്യൂവിന് വേണ്ടിയിട്ട് വി വിൽ റിസർവ് എ ഹോൾ ബ്ലോക്ക്. ഒരു ബ്ലോക്ക് തന്നെ നമ്മൾ റിസർവ് ചെയ്ത് വയ്ക്കും. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് പുതിയ വാല്യൂസ്, പുതിയ റെക്കോർഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്കിനും ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലോക്കിന് ഒരു പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ 1 എന്ന് പറയുന്ന ക്ലസ്റ്ററിങ് ഇൻഡെക്സിൽ 1 എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലോക്കിലേക്ക് പോയിൻ്റ് ചെയ്യും. 2 എന്ന് പറയുന്നത് അടുത്ത ബ്ലോക്കിലേക്ക് പോയിൻ്റ് ചെയ്യും. അങ്ങനെ പോയിൻ്റ് ചെയ്ത് പോകും. ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ക്ലസ്റ്ററിങ് ഇൻഡെക്സിൽ പറയാനുള്ളത്.
clustering index നമുക്ക് actually we don't have any numerical problems related to clustering index. Now we can move to the third variant, that is the secondary index. Secondary index. The secondary index in the main പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the data file or the main file is unsorted. നമ്മൾ ഇത്രയും നേരം നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി ഇൻഡെക്സിലും ക്ലസ്റ്റേഡിലും അല്ല ഈ ഒരു ഫീൽഡ് എന്നോ ഈ ഒരു ഡാറ്റ ഫയൽ എന്ന് പറയുന്നത് സോർട്ടഡ് ആണ്. നമ്മൾ പ്രൈമറി ഇൻഡെക്സിൽ ഇറ്റ് വാസ് സോർട്ടഡ് ബേസ്ഡ് ഓൺ എ കീ വാല്യൂ. ഹിയർ ഇറ്റ് ഈസ് സോർട്ടഡ് ബേസ്ഡ് ഓൺ എൻ അൺകീ വാല്യൂ ഓർ എ നോൺ കീ വാല്യൂ. ക്ലിയർ? ഇനി സെക്കൻഡറി ഇൻഡെക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫയൽ ഓർ ദ ഡാറ്റ ഫയൽ ഈസ് നോട്ട് അറ്റ് ഓൾ സോർട്ടഡ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സോർട്ടഡ്. ഓക്കെ. ഇനി ഇൻഡെക്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ്, ഇപ്പോൾ ഇൻഡെക്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻഡെക്സ് ക്യാൻ ബി ക്രിയേറ്റഡ് എയ്തർ യൂസിങ് എ കീ ഓർ എ നോൺ കീ. ക്ലിയർ? അപ്പോൾ ഇൻഡെക്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് എയ്തർ ടേക്കിംഗ് എ കീ വാല്യൂ ഫ്രം ദ ഡാറ്റ ഫയൽ ഓർ എ നോൺ കീ വാല്യൂ ഫ്രം ദ ഡാറ്റ ഫയൽ. ഓക്കെ, ഇതാണ് പറയുന്നത്. നൗ ഇൻഡെക്സ് ഈസ് ആൻ ഓർഡേർഡ് ഫയൽ വിത്ത് ടു ഫീൽഡ്സ്. ദ ഫസ്റ്റ് ഫീൽഡ് ഈസ് എ നോൺ കീ. നമ്മൾ ആദ്യം നോൺ കീയുടെ കാര്യമാണ് പറയുന്നത്. നോൺ കീ. ദ സെക്കൻഡ് ഈസ് എയ്തർ എ ബ്ലോക്ക് പോയിൻ്റർ ഓർ എ record. Okay, so the first field is a key or a non key. Okay, key or a non key എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കീയുടെ കാര്യമാണ് പറയുന്നത്, അത് കഴിഞ്ഞ് നോൺ കീ. ക്ലിയർ? ഇനി നമുക്ക് ഫുള്ളി ഇത് ഒരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫിഗറിലേക്ക് കിടക്കും. ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഇനി ഫിഗർ വെച്ച് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഓരോ ഡെഫിനിഷൻസ് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ സെക്കൻഡറി ഇൻഡെക്സിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മെയിൻ ഫയൽ അൺസോർട്ടഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ഫയൽ എന്ന് പറയുന്നുണ്ടോ, മെയിൻ ഫയൽ നമുക്കൊരു ഇവിടെ നമുക്ക് കീ ഫീൽഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കീ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കീ ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ അൺസോർട്ടഡ് ആണല്ലോ. ഇപ്പോൾ 9, 5, 13, 8, 6 ഉണ്ടോ, 6, 15, 13, 17 വെറുതെ ഇങ്ങനെ പിറകെ ഇട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് സോർട്ടഡ്. ഓക്കെ, അൺസോർട്ടഡ് ആണ്. ഇതാണ് ഈ ഒരു കീ വാല്യൂ ആണ് നമ്മൾ എന്തിലോട്ട് എടുക്കുന്നത്, നമ്മൾ ആങ്കർ റെക്കോർഡ് അല്ലെങ്കിൽ ഇൻഡെക്സ് റെക്കോർഡായിട്ട്, ഇൻഡെക്സ് ഫയലിനകത്തുള്ള ആങ്കർ റെക്കോർഡായിട്ട് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ സാധനം ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ സോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. എന്നാലേ നമുക്കത് എളുപ്പത്തിൽ ബ്ലോക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ യൂസിങ് ദ ബ്ലോക്ക് പോയിൻ്റർ. ക്ലിയർ? സോ ദ ഇൻഡെക്സ് ഫയൽ ഈസ് സോർട്ടഡ് using this value. Okay, but the main file or the data file is not at all sorted. Clear? അപ്പോൾ ഇൻഡെക്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഇപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻഡെക്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് എയ്തർ എ കാൻഡിഡേറ്റ് കീ, എയ്തർ എ കീ ഓർ എ കാൻഡിഡേറ്റ് കീ. ഇവിടെ നമ്മൾ കണ്ട കീ വാല്യൂണ് എടുക്കുന്നത്, ഓർ എ നോൺ കീ. ഓക്കെ, അപ്പോൾ കീ എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് യുണീക്ക് വാല്യൂസേ ഉണ്ടാകത്തുള്ളൂ, റിപ്പീറ്റിംഗ് വാല്യൂസ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഹാവ് യുണീക്ക് വാല്യൂ ഫോർ ഈച്ച് ആൻഡ് എവരി റെക്കോർഡ്. ഇവിടെ ഉണ്ടോ, എല്ലാം യുണീക്ക് അല്ലേ. 9 എന്ന് പറയുന്ന വാല്യൂ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 5 ഇല്ല, എല്ലാം യുണീക്കാണ്. ക്ലിയർ? നൗ ഇൻഡെക്സ് ഈസ് ആൻ ഓർഡേർഡ് ഫീൽഡ് വിത്ത് ഓർഡേർഡ് ഫയൽ വിത്ത് 2 ഫീൽഡ്സ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് ഫയലാണ്. ഇറ്റ് ഈസ് ഹാവിങ്, ഈ ഇൻഡെക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് 2 ഫീൽഡ്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കീ ഓർ എ നോൺ കീ. ഇത് നമ്മളൊരു കീയോ നോൺ കീയോ ആയിരിക്കും. ഏതെന്ന് ഇവിടെ നിന്ന് എടുത്തതാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഇവിടുത്തെ ആങ്കർ റെക്കോർഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കീ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കീ ആയിരിക്കും ഇവിടുത്തെ ആങ്കർ റെക്കോർഡ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ഫീൽഡ് ഈസ് എ ബ്ലോക്ക് പോയിൻ്റർ ദാറ്റ് ഈസ് പോയിൻറ്റിങ് ടു എ പർട്ടിക്കുലർ റെക്കോർഡ്. ഓക്കെ, അപ്പോൾ അത് ബ്ലോക്ക് പോയിൻ്ററാണ്. അപ്പോൾ ആ ബ്ലോക്ക് പോയിൻ്റർ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് അത് പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതിൽ എല്ലാ റെക്കോർഡിനും വേണ്ടിയിട്ടുള്ള എൻട്രി ഈ ഇൻഡെക്സ് ഫയലിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ റെക്കോർഡിൻ്റെയും എൻട്രി ഇതിനകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ 1 എന്ന് പറയുന്നതിൻ്റെ എൻട്രി ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ റെക്കോർഡ്സ് വരുന്നുണ്ടോ അതിനെല്ലാത്തിനും ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇൻഡെക്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. Clear? So this is an example for a dense index.
ഇത് ഒരു ഡെൻസ് ഇൻഡെക്സാണ്. ഓക്കെ, ഡെൻസ് ഇൻഡെക്സാണ്. ബിക്കോസ് എല്ലാ റെക്കോർഡിലേക്കും ഇതിനകത്ത് ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. ക്ലിയർ? ഇത് കാരണം എന്തുകൊണ്ടാണ് എല്ലാ റെക്കോർഡിലും ഇൻഡെക്സ് വാല്യൂ വരാനുള്ള കാര്യം എന്താണ്? ബിക്കോസ് ഇത് സോർട്ടഡ് അല്ല. ഓക്കെ, ഇത് സോർട്ടഡ് അല്ലാത്തതാണ് മെയിൻ റീസൺ. സോർട്ടഡ് ആയിരുന്നെങ്കിൽ നമുക്കതില്ല പ്രൈമറി ഇൻഡെക്സ് വഴി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പ്രൈമറി ഇൻഡെക്സ് വഴി നമുക്ക് ഏതെങ്കിലും ബ്ലോക്കിലുള്ള ഏതെങ്കിലും ആദ്യത്തെ വാല്യൂ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റില്ല. ഇറ്റ് ഈസ് അൺസോർട്ടഡ്. സിൻസ് ഇറ്റ് ഈസ് അൺസോർട്ടഡ്, വി ഹാവ് ടു മേക്ക് ഈച്ച് ആൻഡ് എവറി എൻട്രി ഫോർ ഈച്ച് റെക്കോർഡ് ഇൻ ദ ഡാറ്റ ഫയലുള്ള എല്ലാ റെക്കോർഡിനും വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി നമ്മൾ ഇൻഡെക്സ് ഫയലിനകത്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഇൻ ദ സെക്കൻഡറി ഇൻഡെക്സ്. സോ സെക്കൻഡറി ഇൻഡെക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡെൻസ് ഇൻഡെക്സ്. നമ്മുടെ പ്രൈമറി ഇൻഡെക്സ് ആൻഡ് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്പാർസ് ഇൻഡെക്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് സെക്കൻഡറി ഇൻഡെക്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡെൻസ് ഇൻഡെക്സ്. Clear? It is an example for dense index. Okay, once more I will review the main points. Here the main file or the data file must be unsorted. Okay, അത് unsorted ആയിരിക്കണം. Index is created using either a key value or a non key value. ഇൻഡെക്സ് നമുക്ക് എന്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം? ഒന്നുകിൽ ഒരു കീ വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ നോൺ കീ വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് റെക്കോർഡിനകത്ത് ഇൻഡെക്സ് ഫയലിനകത്ത് രണ്ട് ഫീൽഡാണുള്ളത്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ കീ ഓർ എ നോൺ കീ. സെക്കൻഡ് വൺ ഈസ് എ ബ്ലോക്ക് പോയിൻ്റർ ദാറ്റ് ഈസ് പോയിൻറ്റിംഗ് ടു എ പർട്ടിക്കുലർ ബ്ലോക്ക്. Okay, so this is an example for a dense index because there is every entry for each and every record in the data file. Okay, index file എല്ലാ ഏതൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ, ഇവിടെ ഡാറ്റ ഫയൽ ഏതൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ അതിലെല്ലാത്തിൻ്റെ എൻട്രി എവിടെ ഉണ്ടാവും? ഇൻഡെക്സ് ഫയലിനകത്തുണ്ട്. സോ ദിസ് ഈസ് എ ഡെൻസ് ഇൻഡെക്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒരു കീ വാല്യൂനെ കുറിച്ചാണ് എടുത്തത്, കീ വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. Okay, so the index can be created either using a key or a non-key. Okay, അപ്പോൾ നോൺ കീയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, ഇനി നമ്മൾ നോൺ കീയുടെ കാര്യം പറയാൻ പോകും. Okay, for that we are having another figure. ഹിയർ ഇതാണ് നോൺ കീയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളെ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കീ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. നോൺ കീ ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ദർ ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. അപ്പോൾ ഇതെങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡറി ഇൻഡെക്സ് എങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ അവർ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് ഫയലിന് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് സിംഗിൾ എൻട്രി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് നോൺ കീ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പലത് റിപ്പീറ്റിംഗ് ആണ്. 1 റിപ്പീറ്റിംഗ് ആണ്, 3 റിപ്പീറ്റിംഗ് ആണ്, 2 റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വി വിൽ ക്രിയേറ്റ് എ സെപ്പറേറ്റ് ഡാറ്റ സ്ട്രക്ചർ കോൾഡ് ബ്ലോക്ക് ഓഫ് റെക്കോർഡ് പോയിൻറ്റേഴ്സ്. അപ്പോൾ 1 അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ബ്ലോക്ക് പോയിൻ്റർ ആക്ച്വലി ഈസ് പോയിൻറ്റിംഗ് ടു ദിസ് ബ്ലോക്ക് റെക്കോർഡ് പോയിൻ്റർ. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് റെക്കോർഡ് പോയിൻ്റർ എന്താ പറയുന്നത്? 1 എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാത്തിലേക്കും പോയിൻ്റ് ചെയ്യും. ഓക്കെ, 1 ഈസ് ആക്ച്വലി സീൻ ഹിയർ. 1 ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ 1 ഈസ് എൻകൗണ്ടേർഡ് ഹിയർ, ദെൻ 1 ഈസ് എൻകൗണ്ടേർഡ് ഹിയർ. ക്ലിയർ? ഇപ്പം 3ൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു റെക്കോർഡ് പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. Okay, so here we are additionally implementing a block of record pointers that is actually pointing to the particular record in the data file. Clear? So ഇവിടെ 2യുടെ കേസ് നോക്കിയേ. 2 is actually pointing to a record pointer. ആ റെക്കോർഡ് പോയിൻ്റർ കാണിച്ചു കൊടുക്കും 2 എവിടെയൊക്കെ ഉണ്ടെന്ന്. 2 is available here, 2 is available here. 2 സ്ഥലത്തേ ഉള്ളൂ. ഇപ്പോൾ 2 റെക്കോർഡ് പോയിൻ്റർ. Clear? Similarly for the rest of the values. So this is how the secondary index is happening. Clear? So it is very important. നമ്മുടെ 3 കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്.
ഓക്കെ, പ്രൈമറി ഇൻഡെക്സ്, ക്ലസ്റ്റേർഡ്, ദെൻ സെക്കൻഡറി. ഓക്കെ, ഇത് സിംഗിൾ ലെവലാണ്. സിംഗിൾ ലെവൽ ഇൻഡെക്സിൽ 3 ക്ലാസിഫിക്കേഷനാണ്: പ്രൈമറി, ക്ലസ്റ്റേർഡ് ആൻഡ് ഇൻഡെക്സ്, ഐ മീൻ സെക്കൻഡറി. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ലെവലാണ് നമ്മൾ ഇത്രയും തന്നെ പഠിച്ചത്. പ്രൈമറി പഠിച്ചു, ക്ലസ്റ്ററിങ് പഠിച്ചു, ദെൻ secondary index. Okay, so now we can see a problem based on the secondary index. So this is the problem based on secondary index. So given an unordered file, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് റെക്കോർഡ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 30,000 റെക്കോർഡ്സ് ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഡാറ്റ ഫയൽ, ഇതാണ് ഇൻഡെക്സ് ഫയൽ, സെക്കൻഡറി ഇൻഡെക്സ് ഫയൽ. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇതിനകത്ത് ഫിഗറിൽ നമ്മൾ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ ഫയലിനകത്ത് 30,000 റെക്കോർഡ്സാണ് ഉള്ളത്. 30,000 റെക്കോർഡ്സ്. ഒരു റെക്കോർഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 100 ബൈറ്റ്. ഓക്കെ, ഒരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1024 ആണ്. 1024 ബൈറ്റ്സ് ആണ് ഒരു ബ്ലോക്ക് സൈസ്. ഇവിടെ അത് തന്നെയാണ്, ഇവിടെയും സെയിം. അത് ഹാർഡ്വെയർ സ്പെക്കാണ്, അത് മാറ്റാൻ പറ്റില്ല. 1024 ബൈറ്റ് തന്നെയാണ് ഇൻഡെക്സ് ഫയലിലെയും ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ഫയലിൽ ഒരു റെക്കോർഡിൻ്റെ സൈസ്, റെക്കോർഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻട്രി സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 15 ബൈറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ 15 ബൈറ്റ് ഗിവൺ. So here we have to find the blocking factor. Blocking factor കണ്ടുപിടിക്കുക. ബ്ലോക്കിംഗ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പ്രോബ്ലം തന്നെയാണ്, അതേ ന്യൂമറിക്കൽ വാല്യൂ തന്നെയാണ്. അത് നമ്മൾ പ്രൈമറി ഇൻഡെക്സ് ചെയ്തു, ഇത് നമ്മൾ സെക്കൻഡറി ഇൻഡെക്സ് ചെയ്യുന്നു. സെയിം പ്രോബ്ലം, സെയിം ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പോൾ ഹിയർ വി ആർ ഫൈൻഡിങ് ദ ബ്ലോക്കിംഗ് ഫാക്ടർ, നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ. ഇൻഡെക്സ് ഫയലിൽ എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ബ്ലോക്കിംഗ് ഫാക്ടർ അറിയാമല്ലോ, നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഈച്ച് ബ്ലോക്ക്. ഓരോ ബ്ലോക്കിലും എത്ര റെക്കോർഡ് വീതം ഉള്ളതെന്നുള്ളതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ. ദെൻ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് റിക്വയർഡ്. ഇത് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബ്ലോക്ക് ആക്സസ് വേണ്ടി വരും, ബൈനറി സെർച്ചിൽ എത്ര ബ്ലോക്ക് ആക്സസ് വേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ സ്ട്രേറ്റ് മൂവ് ടു ദ പ്രോബ്ലം. അപ്പോൾ ഈ എക്സാമ്പിൾ, ഈ ഫിഗർ ഇവിടെ ഇരിക്കട്ടെ, ഫിഗർ നോക്കിക്കൊണ്ടിടയ്ക്ക്. So first we can see, first we have to compute the blocking factor. Okay, blocking factor. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി നമ്മൾ ഈ ഡാറ്റ ഫയലിൻ്റെയും മാത്രമല്ല, ഇൻഡെക്സ് ഫയൽ മാത്രമല്ല, ഡാറ്റ ഫയലിൻ്റെയും നമ്മൾ ഈ പറഞ്ഞ ബ്ലോക്കിംഗ് ഫാക്ടർ, എത്ര ബ്ലോക്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട, അത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഇവിടെ നമ്മൾ സെക്കൻഡറി ഇൻഡെക്സ് ഫയലിൻ്റെ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ ഏതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ? ഈ സെക്കൻഡറി ഇൻഡെക്സ് ഫയലിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ എത്ര ബ്ലോക്സ് എടുക്കുന്നു, ഓക്കെ, ഇത് ബ്ലോക്ക് ആക്സസ് എത്ര വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറി ഇൻഡെക്സിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ക്വസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്കിംഗ് ഫാക്ടറും നമ്പർ ഓഫ് ബ്ലോക്കിംഗ് ഫാക്ടർ, നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ, നമ്പർ ഓഫ് ബ്ലോക്സ് ആക്സസ് റിക്വയർഡ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ. ഇൻഡെക്സ് ഫയലിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, ഇത് വേണ്ട. ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ബ്ലോക്കിംഗ് ഫാക്ടർ എന്താണ്? ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഈച്ച് ബ്ലോക്ക്. അതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന്, നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഈച്ച് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് സൈസ് എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സ് ഫയലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻഡെക്സ് ഫയലിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം.
ഓക്കെ, ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് എത്ര എൻട്രീസ് വരുമെന്നുള്ളതാണ്. ഒരു ബ്ലോക്കിനകത്ത് എത്ര എൻട്രീസ് വരുമെന്നുള്ള കണക്കാണ്. അതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ സൈസ്. വാട്ട് ഈസ് എ ബ്ലോക്കിൻ്റെ സൈസ്? 1024. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ ദ സൈസ് ഓഫ് ഈച്ച് റെക്കോർഡ്. ഓക്കെ, സൈസ് ഓഫ് ഈച്ച് റെക്കോർഡ് ദാറ്റ് ഈസ് 15 byte. ഓക്കെ, ബ്ലോക്ക് സൈസ് 1024 divided by 50. It is around 68.2. We'll write it as 68 entries per block. Okay, 68 entries per block. അപ്പോൾ ഒരു ബ്ലോക്കിനകത്ത് 68 എൻട്രീസ് വരും. ഓക്കെ, ഒരു ബ്ലോക്ക് സെക്കൻഡറി ഇൻഡെക്സിൽ ഒരു ബ്ലോക്കിനകത്ത് 68 എൻട്രീസ് വരും. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ അല്ലേ? നമ്പർ ഓഫ് ബ്ലോക്സ് in the index file. അപ്പം നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി റിക്വയർ ടോട്ടൽ എൻട്രീസ് in index file divided by blocking factor. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടോട്ടൽ എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ ഈ സെക്കൻഡറി ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞു, സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പാഴ്സ് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു. ഡെൻസ് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു. ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഫയലിലുള്ള ഏതൊക്കെ റെക്കോർഡുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എൻട്രി ഇൻഡെക്സ് ഫയലിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡാറ്റ ഫയലിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും അത്രയും നമ്പർ ഓഫ് എൻട്രീസ് ഇവിടെയും ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര എൻട്രീസ് ഉണ്ട്? 30,000 റെക്കോർഡ്സ് ഉണ്ട്. ഇതിനകത്ത് 30,000 റെക്കോർഡ്സ് ഉണ്ട്. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് എ ഡെൻസ് ഇൻഡെക്സ്, ഇവിടെയും അതുപോലെ 30,000 എൻട്രീസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ 30,000 ആണ്. 30,000 ഡിവൈഡഡ് ബൈ നമ്മുടെ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 68 നമ്മൾ കണ്ടുപിടിച്ചു. 68. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അറൗണ്ട് 442. ഓക്കെ, 442 ഇതാണ് നമ്മുടെ ബ്ലോക്സ്. 442 ബ്ലോക്സ് എന്ന് വരും. നാനൂറ്റി 42 ബ്ലോക്സാണ് ഇതിനകത്ത് വരുന്നത്. നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ 442 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇതിൻ്റെ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ഒരു ബൈനറി സെർച്ച് നടക്കുമ്പോൾ എത്ര ബ്ലോക്ക് ആക്സസ് നമുക്ക് വേണ്ടി വരും എന്നുള്ളത്. നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് റിക്വയർഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ലോഗ് ബി എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. ടു ദ ബേസ് 2 + 1 ഇതാണ് അതിൻ്റെ ഫോർമുല. ദറ്റ് ഈസ് ലോഗ് 442 ടു ദ ബേസ് 2 ഓക്കെ +1. അപ്പോൾ ഇതിൽ 442 ലോഗ് 442 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് ഈസ് അറൗണ്ട് 8.7 ആണ് +1. അപ്പോൾ 8.7 നമുക്ക് അറൗണ്ട് 9 എന്ന് എഴുതാം. 9 + 1, so that is 10 block access required. Okay,
അതായത് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് നമുക്ക് സെർച്ച് ചെയ്ത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 10 ബ്ലോക്ക് ആക്സസ് എങ്കിലും നമുക്ക് ഒരു മാക്സിമം എടുക്കേണ്ടി വരും. മാക്സിമം 10 ബ്ലോക്ക് ആക്സസ് ഇതിന് വേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഇത് കണക്ക് പറയുന്നത്. ഓക്കെ, മാക്സിമം 10 ബ്ലോക്ക് സൈസ് അതിനകത്ത് നിൽക്കും, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ്. അതായത് ടോട്ടൽ എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ, ടോട്ടൽ എൻട്രി ഇൻ ദ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് എൻട്രി ഇൻ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ ഡാറ്റ ഫയൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതിയിടാം. ഞാൻ എഴുതണം മറന്നുപോയി. ടോട്ടൽ എൻട്രീസ് ഇൻ ഇൻഡെക്സ് ഫയൽ equal to number of records in main file or data file. നമ്മുടെ മെയിൻ ഫയലിൻ്റെ എത്ര റെക്കോർഡ്സ് ഉണ്ടോ, മെയിൻ ഫയലിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അതാണ് ശരിക്കും പറയാം ഇതിനകത്തുള്ള എൻട്രിയുടെ കണക്ക്. സിൻസ് ഇറ്റ് ഈസ് എ dense index. Okay, so this is a problem based on secondary index. Now we can see some more example problems related to this.